കാര്യം ഭീമൻ രഘുവിന് ഒരു ചെറിയ കിളിയില്ലെങ്കിലും ചില സന്ദർഭത്തിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്രതികരിക്കും. മുഖ്യമന്ത്രിയുടെ സംഭാഷണത്തിനിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എണീറ്റ് നിന്ന് കേരളത്തിൽ മുഴുവൻ സീരിയസ് ക്യാരക്ടറിൽ നിന്ന് ഒരു കോമഡി ക്യാരക്ടറായിട്ട് മാറിയ ഭീമൻ രഘു പക്ഷേ ഇന്നലെ ആ കോമഡി ക്യാരക്ടറിലൂടെ ഒരു മാപ്രയ്ക്ക് ചെറിയൊരു താങ്കൽ കൊടുത്തു. അതായത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് വാർത്ത കിട്ടുമോ എന്നുള്ളത് കിണ്ടി നോക്കിയതാണ്. എന്ത് വേണം, ഒറിജിനൽ ഭീമൻ രഘു സടകുടഞ്ഞെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ മതി. ആ ബോഡി ലാംഗ്വേജും വർത്തമാനവും ഒക്കെ അടിമുടി കോമഡിയാണെങ്കിലും ചോദ്യത്തിനുള്ളിലെ ആ ഒളിച്ചു കടത്തൽ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കൊടുത്ത മറുപടി ആ മാപ്രയുടെ വിദഗ്ധ പരിശ്രമത്തെ ചവിട്ടിക്കൂട്ടി മൂലയിൽ വയ്ക്കുന്ന അവസ്ഥയിലാക്കി. ചോദ്യം ചോദിക്കുമ്പോൾ കണ്ണുവിടെ പത്രപ്രവർത്തകർ പല സ്ഥലങ്ങളിൽ പത്രപ്രവർത്തകർ നോക്കേണ്ട കാര്യമൊന്നുമില്ല. പത്രപ്രവർത്തകരെ മറ്റുള്ളവർ ചോദിക്കും. വിശ്വാസികൾക്ക് വിരുദ്ധരാണെന്നൊക്കെ ഒരു കാര്യമാണ്. പ്രക്ഷോഭമായിട്ട് പാർട്ടിപരമായിട്ട് ഒരു കാര്യം ചോദിക്കരുത്. അയ്യപ്പനെ പറ്റി എന്തെങ്കിലും ചോദിക്കാണ്ട് അയ്യപ്പനോട് ചേർന്ന് തോന്നുന്നുണ്ടോ ഈ ഇടതുപക്ഷം? അതൊന്നും എനിക്കറിയത്തില്ല. പാർട്ടിയെ പറ്റി ചോദിക്കരുത്. ഇവിടെ അയ്യപ്പ സംഗമമാണ്. അയ്യപ്പനെ പറ്റി മാത്രം. അയ്യപ്പൻ എന്ന് ജനിച്ചു, അയ്യപ്പൻ പന്തളം മഹാരാജാവിന് എങ്ങനെ കിട്ടി, അതൊക്കെ അതാണ് ഞാൻ പറഞ്ഞുതരാം. ആ പാർട്ടി അതിനല്ല വന്നിരിക്കുന്നത്. അത് നമുക്ക് പാർട്ടിപരമായിട്ട് വരുമോ സംസാരിക്കും. ഇത് അയ്യപ്പ സംഗമം. അതിന് താങ്കളുടെ പേരെന്താ? രഞ്ജിത്ത്. മോനെ രഞ്ജിത്ത്, അയ്യപ്പനെ പറ്റി വല്ല അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു. പന്തളം മഹാരാജാവിന് എന്നാ കിട്ടി അറിയോ? 7 വയസ്സിലായി. ഞാൻ ചോദിക്കട്ടെ, എന്നാ കിട്ടി അതുപോലെ അറിയോ? പിന്നെ എന്തിനാ ഇതും തൂക്കി വെച്ചൊന്ന് ഇറങ്ങിയത്? അയ്യപ്പ സംഗമം എടുക്കാൻ അതൊക്കെ അറിയണ്ടേ? അയ്യപ്പ സംഗമത്തെ കുറിച്ച് നമുക്ക് ശബരിമലയുടെ വികസനമാണല്ലോ പ്രശ്നം. അതെ, അതില് ഇതിനൊരു കൃത്യമായ ഉത്തരവാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഉത്തരവാകുമല്ലോ. അതിനല്ലേ തുടങ്ങിയിരിക്കുന്നത്. അത് രാഷ്ട്രീയവൽക്കരിക്കും ഒരിക്കലും ചെയ്തു. കാരണം അയ്യപ്പന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന കുറെ ആൾക്കാർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പൊ എത്രയോ നമ്മളെല്ലാം വന്നിരിക്കുന്നില്ല. ഇതല്ല അയ്യപ്പ സംഗമത്തിന് വേണ്ടി വന്നതല്ലേ. നമ്മൾ വരുന്ന ആൾക്കാർ വരെ ഡൊണേറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ പിന്നെന്താ പഠിക്ക? അങ്ങനെ ആലോചിക്കും. രഞ്ജിത്തെ മനസ്സിലായോ? ചക്രക്കട്ട പോരെ പോരെ. ഉദ്ദേശം കൃത്യമായിരുന്നു. ചോദ്യത്തിലൂടെ ഒരു വിവാദം വെച്ച് കത്തിക്കുക എന്നതാണ്. പക്ഷേ ആ സന്ദർഭത്തിനനുസരിച്ച് താൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നു എന്നൊരു തിരിച്ചറിവ് ഭീമൻ രഘുവിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം എന്ന കുഴിയിൽ ചാടാതെ വളരെ കൃത്യമായിട്ട് അയ്യപ്പനുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടോ എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് വളരെ തന്ത്രപൂർവ്വം ആ മാപ്ര കെണിയിൽ നിന്ന് ഭീമൻ രഘു പുറത്തേക്ക് ചാടിയത്. ഈ അടുത്ത കാലത്താണ് സംഘപരിവാർ പാളയത്തിൽ നിന്ന് അദ്ദേഹം ഇടതുപക്ഷത്തേക്ക് കടന്നു വന്നത്. പരിപൂർണമായി ഇടത് ആശയത്തിലേക്ക് എത്തിയില്ലെങ്കിലും പഴയ ചെളിക്കുണ്ടിൽ കിടന്ന പ്രശ്നം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് പലപ്പോഴും തെകിട്ടി പുറത്തു വരാറുമുണ്ട്. ഒരുപക്ഷെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു വിവാദ വാർത്ത ഭീമൻ രഘുവിലൂടെ സൃഷ്ടിക്കാമെന്ന് കരുതിയത്. തേഞ്ഞല്ലോ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ മറുപടികളിലൂടെ സത്യസന്ധമായി പറഞ്ഞാൽ മൈക്ക് കൊണ്ട് വയ്ക്കേണ്ടിയിരുന്നു എന്നായിരിക്കും ആ മാപ്രയ്ക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയേണ്ടി വരികയാണ്. ഏതായാലും ക്ലാസ് മറുപടികളിലൂടെ ഉദ്ദേശത്തെ പൊളിച്ചുകൊടുത്ത ഭീമൻ രഘുവാണ് സ്റ്റാർ എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ലാത്ത അവസ്ഥ.